ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്ക് വലിയ സുഖമൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലിപ്പ പനി മേളം വന്നേക്കാണ്. ആദത്തിന് പനി ഫസ്റ്റ് തന്നെ വന്നു. ആദത്തിന്റെ പനി ഏകദേശം മാറി തുടങ്ങണതിന് മുൻപ് തന്നെ അബ്രുവിന് പനി തുടങ്ങി. ആരെ പനി കൊണ്ടുവന്നാള്? ആദം പനി കൊണ്ടുവന്നു, അബ്രുവിന് കൊടുത്തു. ആദത്തിനേക്കാൾ എണ്ണിപ്പറക്കും, കരച്ചിലും ബഹളവും. രാത്രിയാണെങ്കിൽ ഉറക്കല്ല, ഫുൾ ടൈം വാശി. എന്താന്നറിയില്ല, മരുന്ന് ഒന്നാമത് ഇവന് കൊടുക്കണ മരുന്ന് അവന് ഇഷ്ടമല്ല. ആ മരുന്ന് അവൻ ഫുൾ വൊമിറ്റ് ചെയ്ത് കളയും. അതുകൊണ്ട് മരുന്ന് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് എത്തണില്ല. അതുകൊണ്ട് പനി കറക്റ്റായിട്ട് മാറണില്ല. ഇപ്പൊ വേറൊരു മരുന്ന് നമ്മൾ ട്രൈ ചെയ്തിപ്പോ ഇന്ന് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഭയങ്കര വാശിയാണ്, ഭയങ്കര കരച്ചിൽ, എണ്ണിപ്പറക്കല് കൂടുതലാണ്. അതാണെങ്കിൽ പിന്നെയും കുറച്ചും കൂടി ഇങ്ങനെ നിക്കും. പക്ഷെ അബ്രു അങ്ങനെയല്ല. അബ്രുവിന് ഭയങ്കര പോവാ വരുമ്പോഴേക്കും ഭയങ്കര കരച്ചിലും സങ്കടവും വിഷമവും അല്ലേ ഒക്കെ കൂടുതലാണ്. പിന്നെ അവിടെ മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ ഇപ്പൊ തന്നെ ഒരു വെറുതെ ഒന്ന് ചാറിപ്പോയി. പിന്നെ ചൂട് കൂടി. അബ്രുവിന് എന്നെ മാത്രം മതിട്ട, വേറെ ആരുടെ കയ്യിലും പോവില്ല. അന്ന് ഇരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇല്ല എനിക്ക് നടക്കണം. ഉള്ളില് ഇങ്ങനെ വയ്യാത്ത കാരണമാണ് ഭയങ്കര വാശി. അതുകൊണ്ട് ബാക്കി ആർക്കും കുഴപ്പമില്ല, എനിക്ക് മാത്രം കുഴപ്പമില്ല. രാത്രിയും പകലും ഇവനെടുത്തോണ്ടെടുക്കണം. പിള്ളേർക്ക് വയ്യായ്ക വന്നു കഴിഞ്ഞാലേ രണ്ടുപേർ കൂടി ഒരുമിച്ച് വന്നാലോ പ്രശ്നം. ഇന്നലെ ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചു എനിക്ക്. അതായത് ആക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചായ തിളപ്പിച്ച് ചായ ഗ്ലാസ്സിലാക്കി ഞാൻ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. നല്ല തിളച്ച ചൂട് ചായയായിരുന്നു. ഡൈനിങ് ടേബിളിൽ വെച്ചു. എന്തൊരു സംഭവിച്ചത് എനിക്കറിയില്ല. എന്റെ കൈ തട്ടിയതാണോ? ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അമ്മച്ചി. അത് എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ എടുത്തതാ. ഗ്ലാസ് ചെറുതായിട്ട് മറിഞ്ഞു, മേത്തുകൂടെ വീണു, പൊള്ളി. കാലിന്റെ അവിടെ പൊള്ളി. അത്ര വലിയ പൊള്ളലേറ്റില്ല, ചെറുതായിട്ട്. കാല് മരിച്ചു പോയി. കാലിങ്ങനെ ചെറുതായിട്ട് പൊള്ളി. അതുകൊണ്ട് വലിയ ഗുരുതരാവസ്ഥയിലേക്ക് എത്തിയില്ല. അപ്പൊ തന്നെ നമ്മള് തേനിരിക്കണ്ടായിരുന്നു അവിടെ, അതെടുത്ത് പറ്റി. അപ്പൊ പിന്നെ പോളപ്പ് അങ്ങനെയൊന്നും വന്നില്ല കേട്ടോ. കളർ വ്യത്യാസം അങ്ങനെയൊന്നും വന്നില്ല. ഞാൻ വെച്ചു കളർ വ്യത്യാസം വരുന്നു, പക്ഷെ അങ്ങനെയൊന്നും കുഴപ്പമുണ്ടായില്ല. ചെറുതായിട്ടൊരു മൈനർ ആയിട്ടുള്ളൊരു പൊള്ളൽ സംഭവിച്ചു. ഇന്നലെ ആക്സിഡന്റലി സംഭവിച്ചതാണ്. എന്റെ കൈ തട്ടിയതാണ്, വേറെ ഒന്നുമില്ല. ഇതിന് പിള്ളേര് കയ്യിലുണ്ടായില്ല, അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിലോ. പിന്നെ അവരെ വെച്ച് ഞാൻ ആ റിസ്ക് എടുക്കാറില്ല. ചായ കുടിക്കുന്ന പരിപാടിയൊന്നും ഇവരെ വെച്ച് എടുക്കില്ല. അതെത്ര ഇതാണെങ്കിലും ഇങ്ങോട്ട് നീക്കി പിടിച്ചിട്ട് എടുക്കുള്ളൂ. അതെ, അബ്രുവിന് ഇപ്പൊ മരുന്ന് കൊടുത്തുട്ടാ. എന്റെ മരുന്ന് ഞാൻ അതിന്റെ അടപ്പ് ഊരിയിട്ട് മരുന്ന് ഇതുമ്പോ വെച്ചു, നമ്മുടെ മേശം വെച്ചു. അത് കഴിഞ്ഞ് ഇവന് മരുന്ന് കൊടുക്കാൻ വേണ്ടി ഒരാൾ കൈയും കാലൊക്കെ പിടിച്ച് വായിലേക്ക് ഒഴിച്ചെടുത്ത് മരുന്ന് പുറത്തേക്ക് പോയാ വായിക്ക് പോയില്ല. എന്റെ മരുന്ന് വീണ്ടും എടുത്ത് നോക്കിയപ്പോ മരുന്ന് കഴിഞ്ഞു. അത് നോക്കിയപ്പോ അതെടുത്ത് കുടിച്ചു. എന്റെ പറയാ അവന് വിശക്കണു. അല്ല, അതില് ലേശം മരുന്നുണ്ടായിരുന്നുള്ളൂ, ഒരു തുള്ളി ഉണ്ടായിരുന്നുള്ളൂ. അവനാണെങ്കിൽ മുൻപ് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ മരുന്ന് ജ്യൂസ് അവന് ഇപ്പൊ വലിയ ഇഷ്ടാ. അപ്പൊ അതിന് വന്നപ്പോ അവന്റെ മരുന്നാണ് അപ്രൂവ് കൊടുക്കണം. അപ്പൊ അതുകൊണ്ടാണ് അവൻ വിചാരിക്കുന്നത് അത് അവന്റെ മരുന്ന ജ്യൂസാന്ന് പറയുന്നത്. ജ്യൂസ് നല്ല രസമുണ്ടായ, സൂപ്പറാ, ടേസ്റ്റി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെയാണോ വീഡിയോ ഇട്ടത്? മിഞ്ഞാന്ന് എന്തോ വീഡിയോ ഇട്ടുണ്ടായി. നമുക്ക് ജോലി കിട്ടിയ ഓൾറെഡി. അപ്പൊ നമ്മളത് തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ തീരുമാനിക്കുമ്പോ എന്തായാലും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം. ഫസ്റ്റ് നിങ്ങളുടെ അടുത്ത് തന്നെ ഷെയർ ചെയ്യണം. അപ്പൊ നമ്മൾ ഫാമിലി ആയിട്ടും എല്ലാവരായിട്ടും ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തി. അപ്പൊ ബാക്കി പറയും. തീരുമാനം എന്ന് പറയുന്നത് അതല്ല, പറഞ്ഞോ. തീരുമാനം എന്ന് പറയുന്നത് നമുക്ക് 2 ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൽ ഏത് നല്ലതാണെന്ന് ചൂസ് ചെയ്യണമെന്നായിരുന്നു തീരുമാനം ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മള് ഒരു തീരുമാനം എടുത്തു, ഈ 2 കമ്പനിയിലേക്ക് പോണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് അത്രയ്ക്കും കംഫർട്ടായിട്ട് തോന്നുന്നില്ല. കാരണം ഇനി എങ്ങനെയാവുന്നുള്ള കാര്യം എനിക്ക് അത്രയ്ക്കും ഒരു കോൺഫിഡൻസ് കുറവ് തോന്നി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ദയവായിട്ടാണെന്ന് പറഞ്ഞാൽ അറിയില്ല, നമ്മുടെ പഴയ കമ്പനി നമ്മളെ വീണ്ടും തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചു വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു.
അപ്പം ഞാൻ ഈ ഒരു ഇതിൽ നിൽക്കായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും കൺഫ്യൂഷനായി. അങ്ങനെ വീട്ടിൽ പറഞ്ഞ് എല്ലാവരോടും ചർച്ച ചെയ്ത അവസാനം നമ്മളൊരു തീരുമാനം എടുത്തു, നമ്മളെ പഴയ കമ്പനിക്ക് പോകാന്നുള്ളത്. അങ്ങനെ പഴയ കമ്പനിക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ജസ്റ്റ് പോകാന്ന് അവരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ചോദിച്ചിട്ടുള്ളൂ. അവർ ഓഫർ എന്താണെന്ന് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവർ ചോദിച്ചു എന്താണ് ഓഫർ, എന്താണ് വേണ്ടത്, വരണേന് എന്തൊക്കെ ആവശ്യം എന്നൊക്കെ ചോദിച്ചു. അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ അത് സമ്മതിച്ചു. വിസ അയക്കാന്നാണ് പറഞ്ഞേക്കണേ. വിസ അയക്കാം എന്നാണ് അവർ അഗ്രി ചെയ്തേക്കണത്. എല്ലാ കാര്യങ്ങളും അഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓഫർ ലെറ്റർ, പിന്നെ ഇതിന് ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യവും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം നമ്മൾ ഓൾറെഡി അവിടെ 13 വർഷം ജോലി ചെയ്ത കമ്പനിയാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ ഒരു വാല്യൂ, നമ്മളെന്തുകൊണ്ടാണ് റിസൈൻ ചെയ്ത് പോകുന്നുള്ള കാര്യം അവർക്കറിയാം. അപ്പോൾ ആ ഒരു വാല്യൂ അവർക്ക് ചെറിയതായിട്ട് മനസ്സിലായി തുടങ്ങി എന്ന് തോന്നുന്നു. അപ്പോൾ അവർ നമ്മളെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഇനി വിസ വരണം, വിസ വന്നിട്ട് വേണം മെഡിക്കൽ കാര്യങ്ങൾ അങ്ങനത്തെ നമ്മൾ. പിന്നെ നമ്മൾ ഈ മറ്റേ രണ്ട് കമ്പനി നമ്മൾ ഇതാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 2 ഓഫറിലും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. പിന്നെ അതുപോലെ കുറച്ച് എക്സ്പെൻസസ് കാര്യങ്ങളൊക്കെ കൂടുതലുള്ള സ്ഥലമാണ് അത്. ഞാൻ ഏത് സ്ഥലമാണെന്ന് പറയുന്നില്ല. എക്സ്പെൻസസ് കൂടുതലുള്ള സ്ഥലമാണ്. പിന്നെ അവിടേക്ക് പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങളായതുകൊണ്ട് എനിക്ക് വലിയ ഇതുണ്ടായില്ല. പിന്നെ ഇപ്പം നമ്മൾ കിട്ടുന്ന സംഭവം മുഴുവൻ ചിലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ട് ഒരു എന്താ പറയുക, ഒരു വിഷമം പോലെ തോന്നി. പിന്നെ നമുക്ക് ജോലി ഇല്ലാണ്ടിരുന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളതല്ലല്ലോ, ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പഴയ കമ്പനി പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. കുറച്ച് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടാവും. എൻ്റെ പോസ്റ്റിലേക്ക് 2-3 ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കും കുറച്ച് ആൾക്ക് നമ്മുടെ വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ കുറയും. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അവർ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ സംസാരിച്ചു, ഇവളോട് ചോദിച്ചു. അപ്പോൾ ഇവർക്കൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ആ കാര്യം തീരുമാനിച്ചു വെച്ചാണ്. ഇനി മറ്റേ ആ ഇത് ഞാൻ പറഞ്ഞില്ലേ, ആ ഇത് വെച്ച് 2 ഓഫർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി ബെറ്ററാണ്. ബെറ്റർ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തത്. അല്ലാണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ലീവിനോ 6 മാസം ലീവിനോ വന്നിട്ട് എല്ലാവരും ഇതാക്കാൻ വേണ്ടി പറയുന്നത് അങ്ങനെയൊന്നുമല്ല. നമ്മൾ റിസൈൻ ചെയ്ത് തന്നെയാണ് വന്നത്. അത് കഴിഞ്ഞ് റിസൈൻ ചെയ്ത് വന്ന് നമ്മൾ വേറെ ജോലി എല്ലാം ഇനി മെഡിക്കൽ എടുക്കണം, VFS ഓഫീസിൽ പോകണം, കുറേ കാര്യങ്ങളുണ്ട്. വിസ സ്റ്റാമ്പ് ചെയ്യണം, എല്ലാ പ്രൊസീജിയറുകളും ഒന്നേന്ന് തുടങ്ങണം. അപ്പം നമ്മൾ എല്ലാം നിങ്ങളായിട്ട് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാം നമ്മൾ ഇത് നമ്മൾ വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് വ്യൂസ് അങ്ങനെ ഇത് നോക്കാൻ വേണ്ടിയിട്ട് ആ ജോലി റിസൈൻ ചെയ്തു, ആ ജോലി ആ പഴയ കമ്പനിക്ക് തന്നെ പോകണം, അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെ 2 ഓഫർ വന്നിട്ടുണ്ടോ, 2 ഓഫർ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ പഴയ കമ്പനിക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അവർ നമ്മളെ വിളിച്ചു. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ, നമ്മുടെ ഡിമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു. അതിന് അവർ അഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതിന് മൂവ് ചെയ്യാനുള്ള ഇതാണ്. ഇനി വെയിറ്റ് ചെയ്യണത് വിസയ്ക്ക് വേണ്ടി മാത്രമാണ്. വിസ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കലിൽ പോകാം. ഇതിൽ നിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ കമ്പനിക്ക് പോകാമെന്ന് ഇങ്ങനെ ഓഫർ വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളെ എന്നോട് ചോദിച്ചു, അപ്പൊ നിങ്ങൾ ഇതിനെ റിസൈൻ ചെയ്ത് പോകുന്നതെന്ന് ചോദിച്ചു. അതിപ്പോ ഞാൻ മാത്രമല്ല എല്ലാവരും ചോദിക്കും. പക്ഷെ എന്തായിരുന്നു കാര്യം ഇവൾക്ക് അറിയായിരുന്നു. എന്നിട്ട് പിന്നെ ഇവള് വീണ്ടും അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് അവിടെ എല്ലാരും ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഇതായിട്ട് നിക്കാണ്. ഇനിയിപ്പോ ഇത് ആദ്യം മുതലൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങളില്ല. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോ നമ്മള് അവിടെ നിന്നെങ്കിൽ ചിലപ്പോ നമ്മൾ അങ്ങനെ ആവില്ലായിരുന്നു. അതൊന്നും പറയാൻ പറ്റില്ലല്ലോ എങ്ങനെയാണെന്നുള്ള കാര്യം. ഇപ്പൊ നമ്മൾ അവിടേക്ക് തിരിച്ചു പോകുന്ന അല്ലെങ്കിൽ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല നമ്മള് തിരിച്ചു പോകുന്നത്. ആള് തിരിച്ചു പോകുന്നത് അങ്ങനെയല്ല, അങ്ങോട്ട് പോകുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഒരിക്കലും ഞാൻ പറയുന്നത് നമ്മള് വിചാരിക്കുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അപ്പൊ പിന്നെ നമ്മുടെ വിധി അങ്ങനെയാന്ന് വിചാരിച്ച് നമ്മള് അത് നമുക്ക് ദൈവം ഒരുക്കി ഒരു പദ്ധതി ഇട്ടുണ്ട്. അത് സൗദി അറേബ്യയിലാണ്. അപ്പൊ നമ്മൾ അങ്ങനെ എത്ര കൊല്ലത്തേക്കാണാവോ സൗദി അറേബ്യയില്? സൗദി അറേബ്യ നമ്മള് വേറെ ജോലി. മോൻ ശരിക്കും എത്രാമത്തെ വയസ്സിലാണ് പോയത്? 22ാമത്തെ വയസ്സിൽ പോയിട്ട് ഇപ്പൊ എത്രാമത്തെ വയസ്സിലാ? 34 വയസ്സില് എത്ര മാസം ലീവ് കിട്ടി? ലീവല്ല, ഒരു ലീവ് ബ്രേക്ക് എത്ര, ഒരു 5-6 മാസം ബ്രേക്ക് കിട്ടി. ഇനിയിപ്പോ അതിന്റെ വിസ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോ ചെലപ്പോ ഫ്ലൈറ്റ് ഓപ്പൺ ആവണ്ടേ? അതൊക്കെ ഇത് ഏത് കാലത്ത് അടുത്ത കൊല്ലം പറ്റുമോ?
അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. വീട്ടിലൊന്നും വീട്ടിലൊക്കെ വീട്ടിലെ അപ്പച്ചനോട് പറഞ്ഞപ്പോ അപ്പച്ചൻ പറഞ്ഞു അങ്ങോട്ട് തന്നെ പോകോളാൻ. അല്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഞാനൊരു ആ ഇന്റർവ്യൂവിൽ പോകുമ്പോ എനിക്കൊരു എന്തോ ഒരു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്റെ ഉള്ളിലൊരു ഇത് കാരണം അല്ല ആളുടെ ഇതിൽ തന്നെ ആളുടെ പോസ്റ്റിലേക്ക് തന്നെ ആള് ഒരുപാട് ആൾക്കാരെ കണ്ടു, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറെ ആൾക്കാരുകളെ കണ്ടു. നമ്മുടെ വാല്യൂ അല്ല, നമുക്ക് വാല്യൂ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോ മനസ്സിലായി. കാരണം നമ്മൾ 2 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമ്മൾ 2 ഇന്റർവ്യൂവിന് സെലക്ട് ആയി അവര് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. അവര് ഇതുണ്ട് അതുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ അവരോട് വേണ്ടെന്നുള്ളതിനുള്ള ഇമെയിൽ അയച്ചു കഴിഞ്ഞു, ഓൾറെഡി 2 പേർക്ക് അയച്ചു. അപ്പൊ പിന്നെ ഇത് നമ്മൾ ഉറപ്പിച്ച കാര്യമാണ്. ഇനിയിപ്പോ ഇതിൽ വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ വഴിയില്ല. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നമുക്ക് മനസ്സിന്റെ ഒരു സംതൃപ്തി, സന്തോഷം. അതായത് ഇപ്പൊ നമ്മൾ നോക്കുന്നത് നമ്മുടെ ജീവിതമാണ്. നമ്മളിപ്പോ അവിടെ ചെന്ന് കഴിയുമ്പോ ഇപ്പൊ പുതിയൊരു അറ്റ്മോസ്ഫിയറിൽ ചെല്ലുമ്പോൾ നമുക്ക് കുറെ ആൾക്കാരായിട്ട് പരിചയപ്പെടാനും അതിനൊക്കെ കുറെ സമയം എടുക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ വീട് സെറ്റ് ആവാൻ എല്ലാ കാര്യങ്ങളും നമ്മളവിടെ ചെല്ല എല്ലാവരും നമ്മൾ അറിയുന്നവരാണ്. മാനേജ്മെന്റ് ആയാലും എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ്. കുറച്ച് ആൾക്കാർക്കൊക്കെ നമ്മളെ അറിയാം. പിന്നെ പുതിയ മാനേജർമാരൊക്കെ വന്നിട്ടുണ്ടായിരിക്കും, അവരെ പുതിയ രീതികളായിരിക്കും. അതൊന്നും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാവുന്ന. കാരണം കുറച്ച് ആൾക്കാരെങ്കിലും നമുക്ക് അറിയുന്നവരുണ്ട്, നമ്മൾ അറിയുന്നവരുണ്ട്. അതുപോലെ വർക്കേഴ്സ് ആയാലും കാര്യങ്ങളൊക്കെ ആയാലും നമ്മൾ അറിയുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു എന്താ പറയുക മിംഗ്ലിങ് ആകാനുള്ളൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ പാക്കേജ് ഓക്കെ ആയതുകൊണ്ടും നമ്മളത് അഗ്രി ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇനിയുള്ള യാത്ര സൗദി അറേബ്യയിലേക്കാണ്. വേറെ എന്നിട്ടാണ് വേറെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്റെ മൂക്കിന്റെ ഇവിടെ കണ്ട ഞങ്ങൾ 2 പേരുടെയും മൂക്കിന്റെ ഇവിടെ ഒരു ചെറിയൊരു മാന്തില് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ആദ്യമേ മാന്തി ഇതാട്ടെന്നല്ലേ, രാവിലെ തന്നെ മാന്തി, വൈകുന്നേരം പാളി മാന്തി. ഒരു പക്ഷഭേദം കുച്ചി കാണിച്ചില്ലേ, അപ്പനും അമ്മയ്ക്ക് ഒരുമിച്ചിട്ട് കൊടുത്തു. രാത്രി ഇപ്പൊ ഞാൻ നഖം വെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. 2 പേരും ഇപ്പൊ കിടന്നുറങ്ങാണ്. പിന്നെ വേറെ എന്നിട്ടാണ് അബ്രുവിന്റെ പനി ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ കുറഞ്ഞില്ലെങ്കിൽ ഇന്നും കൂടി നോക്കും, മെഡിസിൻ കൊടുത്ത്. കാരണം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡോക്ടർ പറയും 2 ദിവസം പാരസിറ്റാമോൾ കൊടുക്കാനും പറയാം. അങ്ങനെ നമ്മള് ഡോക്ടറെ വിളിച്ചു ചോദിച്ചപ്പോ അപ്പൊ 2 ദിവസം കൊടുത്തു നോക്കാം, കണ്ടിട്ട് കുറവില്ലെങ്കിൽ അവനെ കൊണ്ടുപോകണം. ഇന്നല്ലെങ്കിൽ നാളെ അവനെ കൊണ്ടുപോകാം. പിന്നെ വേറെ പിന്നെ പ്രത്യേകിച്ച് എന്താ പറയാ ഞങ്ങളുടെ തീരുമാനം ഇതാണെന്ന് നിങ്ങളെ ഞങ്ങൾ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നമ്മള് ഹാപ്പി, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്കൊരു ലൈഫ് ഫുള്ള് അടിച്ചു പൊളിച്ച് തകർത്ത് ജീവിക്കുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.